കാക്കാ എന്തേലും പണി അന്വേഷിച്ച് വന്നാ ഞാൻ പണി എന്തേലും കിട്ടുമോ? കാക്ക എന്ത് പണിയപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പണിക്കാരുണ്ട്. എന്താപ്പോ നിങ്ങളെ കൊണ്ട് കഴിയപ്പോൾ ഈ പ്രായത്തിലേക്കും പിന്നെയുള്ള മിഷ്യൻ കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇവിടെ ഒന്ന് വൃത്തിയാക്കല. അതിപ്പോൾ നിങ്ങൾ കഴിയോ? പണി പറഞ്ഞാലും ഇപ്പം എനിക്ക് എന്നെ കൊണ്ട് പറ്റണ ഏതെങ്കിലും പണിയും കുഴപ്പമില്ല. അത്ര കുടുങ്ങിയിട്ടാണ്, ഒരു നിവൃത്തിയോട് വന്നതാണ്. ഞാനവിടെ പോവുകയായിരുന്നു. അപ്പം ഇങ്ങനെ അവിടെ 5 ഒരാൾ പറഞ്ഞു ഇവിടെ പണിയെടുക്കാൻ അവിടെ പോയി അന്വേഷിച്ച് അപ്പം അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ കാക്ക ഇവിടെ പോയി ഇപ്പം നിങ്ങൾ പണി എന്ത് തൽക്കാലം എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഞാൻ തരാം. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പൈസ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. നമ്മളിപ്പോൾ ആരോഗ്യം ബുദ്ധിമുട്ടും ഇതൊക്കെയാണ്. അത് മതിയോ? അന്നേരം എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും പൈസ എന്തെങ്കിലും തരാം. എന്നിപ്പം തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇപ്പോൾ പണി നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഒരു മോശമല്ല ഇപ്പം അതൊക്കെ. നിങ്ങൾ അങ്ങനെ പറയരുത്. എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിഞ്ഞ എന്തെങ്കിലും കല്ല് അങ്ങോട്ട് എടുത്തിക്കാൻ മാറ്റി എന്തെങ്കിലും ഒക്കെ ചെയ്തോളാം ഞാൻ. മറ്റേ നിങ്ങളിപ്പോൾ 10-500 നന്നാക്കിയ തൽക്കാലത്തിന് അതോട് കാര്യമില്ല. എനിക്ക് എന്തെങ്കിലും എനിക്ക് ദിവസം പണി വേണം. ഞാൻ പറ്റുന്ന പണി ഞാൻ എടുത്തോളാം. അതിപ്പോൾ ഒരു 500-1000 എനിക്ക് തന്നാണ്ട് അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. പക്ഷെ എനിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമായിട്ട് എന്തെങ്കിലും തരികയാണെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും നല്ലത്. അതിന് പറ്റിയ പണി നിങ്ങൾ തരിക. അപ്പോൾ ആ നിങ്ങൾ എന്നാലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല നിങ്ങളെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഉള്ളുന്ന കല്ലൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പണിക്കാർക്ക് ചെയ്തു കൊടുക്കുക. വേറെ പണിക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് എടുക്കാണ്. അപ്പോൾ നല്ല ആരോഗ്യം നോക്കി എടുത്തോളിട്ടോ. എന്നാൽ ചെല്ലുന്നല്ലാണ്ട് അല്ല ഉണ്ണേ ഇന്ന് പണിക്കാരൊന്നുമില്ലേ? അത് ദാസേട്ടാ ഒരാള് പണിക്ക് ഒരു വയസ്സായ ആളെ ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണ്. പണി ഉണ്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ പണി എടുക്കണ്ട മൂപ്പർക്ക് ഒരു എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ തൽക്കാലം അത് എടുക്കാൻ പറഞ്ഞാണ് അവിടെ. അയാളോ? അയാള് വയസ്സാള് അധികം കത്തി കഴിഞ്ഞാലും ഇത് വല്ല കിട്ടോ? അത് എന്താ ചെയ്യാ? നമ്മളിപ്പോ ഞാൻ കുറെ നിരുത്സാഹപ്പെടുത്തി. അപ്പൊ അയാൾക്ക് ഒരു വരുമാനം പൈസ എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ വേണ്ട എന്ത് പണി തരുന്നുണ്ട്. അയാള് പണി എടുക്കാനുണ്ടെന്നേ പോകാൻ തോന്നുന്നു. അയാള് ഒരു കല്ല് കയറ്റാൻ കഴിയാളോട് എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു പറ്റണ പണി എടുത്തോളി. അപ്പൊ ആൾക്ക് സ്ഥിരമായിട്ട് പണി കഴിയുന്നവരെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാറുണ്ട്. ഞാൻ ചില്ലാനം എന്തെങ്കിലും 10-500 കൊടുത്ത് ഒഴിവാക്കാനേ വിചാരിക്കും. ഇപ്പൊ പറ്റണില്ല, പറ്റൂല, സ്ഥിരം പണി വേണമെന്നാണ് ഇപ്പളേ. നമുക്ക് എടുത്തു നോക്കട്ടെ. ഏതായാലും ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലേ കല്ല് കയറ്റിയാണ്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് കണ്ടിട്ടൊരു പാവാണേനും. വേറെ ആരും കിട്ടുകയാണെങ്കിൽ അതാ നല്ലത്. വേറെ ആളെ പണിക്കണ്ടേ. ഇന്നിപ്പോ എല്ലാരും ലീവാണ്. അപ്പൊ മൂപ്പര് കുറച്ച് ദിവസം എടുത്തോട്ടെ, എന്തെങ്കിലും കിട്ടണേ കിട്ടിക്കോട്ടെ വെച്ചിട്ടേ. എന്നാലും വലിയ കല്ലൊന്നും ഏൽപ്പിക്കണ്ടോ. നോക്കാം. ഏതായാലും കുറച്ചു നേരം നോക്കുക. ആവൂല, പഠിച്ചവനെ ആവൂല. എന്തേട്ടോ വെയിലുണ്ടാവും ചിലപ്പോ. എന്തുകൊണ്ട് ഞാനോട് അപ്പൊ തന്നെ പറഞ്ഞില്ല ഇയാൾക്ക് കഴിയൂലെന്ന്. എന്തിനാ വെറുതെ ഇയാളെ സുഖമില്ലാതെ ആക്കി? എന്താ കാക്ക ഞാൻ അപ്പളെ പറഞ്ഞല്ലേ പഠിച്ചമ്പരാൻ. എന്താ പറ്റി? എന്താ സുഖമില്ലാതാ? ആശുപത്രി പോണോ? ഞാൻ അപ്പളെ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഈ മിഷ്യൻ കല്ലൊന്ന് ചെറുപ്പക്കാർക്ക് തന്നെ പറ്റാത്ത കാര്യമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞ പൈസ തരാറല്ലേ. നീക്കി നമുക്ക് ആശുപത്രി പോവാം. എല്ലാത്തൊരു ദാസേട്ടൻ പറഞ്ഞാണ് വേണ്ട വേണ്ടെന്നുള്ളത്. അവിടെ ഇരുന്നോളൂ, കുറച്ച് ഇരുന്നോളൂ. വെള്ളം എന്തെങ്കിലും കൊണ്ടുതരാം. ഉണ്ണെ വെറുതെ വണ്ടി വെക്ക് നിക്കണ്ട. നീ പറ്റി കഴിഞ്ഞാൽ ആളുമാളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ചൊറയുന്നുണ്ടെങ്കിലേ നമ്മൾ കുറച്ച് കഴിഞ്ഞാലാവും ഇതിന്റെ സ്ഥിതി അറിയാം നമുക്ക്. എന്താ ദാസേട്ടാ, മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ലാതെ. നമ്മൾ ഒരാൾ കുടുങ്ങണ നേരക്ക് അയാൾ അച്ഛനാണോ അമ്മയാണോ എന്നുള്ള ആൾക്ക് ഒരു സ്ഥാനം കൊടുത്ത് അയാളെ ബഹുമാനിക്കുക. അയാൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അതാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും കാര്യം. പൈസയും മറ്റൊന്നും നല്ലത് കേട്ടോ. അത് മനസ്സിലാക്കുക ആദ്യം. മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ ജീവിക്കുക. എൻ്റെ മക്കൾ വരെ നമ്മൾ ഒഴിവാക്കി. മക്കളില്ലാത്ത സ്നേഹങ്ങൾ നമുക്ക് സ്നേഹം തന്നത്. അതുകൊണ്ട് ഈ സ്നേഹം നമ്മൾ ഒരിക്കലും മറക്കൂല. അത് തന്നെ. അത് നമ്മളെല്ലാം വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ സ്ഥാനത്തപ്പം നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലാതാ തോന്നിയത്. അപ്പോൾ അതാണ് വെച്ചാൽ നമ്മൾ ആദ്യം അതൊന്നല്ല നമ്മൾ നോക്കണത്. നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളെ മകൻ്റെ പണിയാണത്. അത് തീർക്കുക. അതിന് നിങ്ങൾ ഭംഗിയായിട്ട് ഞാനില്ലെങ്കിലും എല്ലാ പണിക്കാർക്കുള്ള എല്ലാ സാധനവും കൂടെ എത്തിക്കുക. നിങ്ങൾക്ക് ഭാരമുള്ള പണികളൊന്നും എടുക്കാൻ കേട്ടോ. അത് മാത്രം കണ്ടാൽ മതി. ആയിക്കോട്ടെ. സ്നേഹം ഒത്തിരി സ്നേഹം കേട്ടോ അങ്ങോട്ട്.